പബ്ബ ദിലീപേട്ടന്റെ ലീഡിൽ ലാലേട്ടന്റെ ക്യാമിയോയിൽ വിജയ് റെസിഡൻസിൽ ഈ മാസം 18-ന് ഈ വർഷത്തെ ഏറ്റവും വലിയ റിലീസിനെത്തുന്ന മലയാള സിനിമ ഭയം, ഭക്തി, ബഹുമാനം. ഇപ്പോൾ പടത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തു വന്നിട്ടുണ്ട്. എല്ലാവരും കണ്ടോ? എങ്ങനെയുണ്ട്? കൊള്ളാവോ? ടീച്ചർ വെച്ച് കമ്പയർ ചെയ്ത ട്രെയിലറിൽ കുറച്ച് എലമെന്റ്സ് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എക്സാമ്പിൾ വെച്ച് നോക്കിയാൽ ദിലീപേട്ടൻ എല്ലാവരെയും ഇട്ട് വട്ട് കളിപ്പിക്കുന്നതും അവർക്ക് ഭ്രാന്ത് പിടിക്കുന്നതുമാണ് പ്ലോട്ട്. ട്രെയിലറിലോട്ട് നോക്കിയാൽ ടീച്ചറിലുള്ള അതേ എലമെന്റ്സും പഴയ ദിലീപ് സിനിമയിലെ റെഫറൻസുകളും ചോരയിൽ കുളിച്ചു നിൽക്കുന്ന ദിലീപേട്ടനെയും കുറച്ച് സെന്റിമെന്റ്സും അവിടെ ഇവിടെ ഒക്കെ കാണും. ഇനി നമുക്ക് നമ്മുടെ പരിപാടിയിലോട്ട് പോവാം. ഡിക്കോഡ് ട്രെയിലറിന്റെ ആദ്യത്തെ ഷോട്ടിൽ തന്നെ പറയുന്നത് ഒരു റേഡിയോയിലൂടെ നിങ്ങൾ അന്വേഷിക്കുന്ന ആൾ ഞാനാണെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അത് കേൾക്കുന്ന വിനീത് ശ്രീനിവാസന്റെ എക്സ്പ്രഷൻ ഇവനെ പിടിക്കാനേ പറ്റുന്നില്ലെന്ന പോലെ, സേഡി മുസേലെ, സലീം കുമാറിനെയൊക്കെ പോലെ. പിന്നെ വരുന്ന ഷോട്ട് എന്ന് പറയുന്നത് പോലീസിനിട്ട് വട്ടം കറക്കുന്ന അത് വിടും. അത് കഴിഞ്ഞ വീട്ടിൽ നമ്മൾ പറഞ്ഞു. അത് കാണാത്തവർക്കും വേണമെങ്കിൽ മേലി ഐബേട്ടിനെ കൊടുത്തേക്കാം. അത് കഴിഞ്ഞിട്ട് വരുന്ന ഷോട്ട് എന്ന് പറയുന്നത് ഒരു പാവത്താൻ്റെ വീട്ട് പാർട്ടിക്കാർ പറഞ്ഞ് കയറ്റിയിരിക്കുന്നതാണ്. ഇതൊക്കെ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. അത് കഴിഞ്ഞ് വരുന്ന ഷോട്ട് എന്ന് പറയുന്നത് ഗൺ വെച്ച് 2 പോലീസ് ജീപ്പ് ഫയർ ചെയ്യുന്നതാണ്, നമ്മുടെ KGF പോലെ. അത് ചിലപ്പോൾ തെളിവ് നശിപ്പിക്കാനായിരിക്കാം, ചിലപ്പോൾ പോലീസുകാരെ കൊല്ലാനായിരിക്കാം, എന്ത് വേണേലും ആവാം. പിന്നെ ഒരു വെടിച്ചിലെ സാധനത്തിന്റെ ഇൻട്രോ ആണ്. ഇതെന്തോന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത് തന്നെ നമ്മുടെ സീഡി മുസല അതേ കാർ. അടുത്തൊരു ഷോട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് ചുമ്മാ തൂക്കി അടിയെണ്ണ. അവിടെ ഒരു ഇടിവണ്ടിയിൽ പാട്ടൊക്കെ ആയിട്ട് അങ്ങ് നിൽക്കുകയാണ്. അതേ ഷോട്ടിന്റെ കണ്ടിന്യൂറ്റി ആയിട്ടാണ് ഈ ഷോട്ടും കാണിക്കുന്നത്. അത് ആ പോലീസുമായിട്ടുള്ള ഫൈറ്റ് സീനാണ്. അപ്പൊ ഈ ഫൈറ്റ് സീനിന്റെ ഇടയ്ക്കാണ് സോന സോന സോങ്ങും വരാൻ വന്നത്. അപ്പൊ അതും കൺഫേം. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ അഡ്വക്കേറ്റ് മോഹനുണ്ണിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഷോട്ടാണ്. അത് തന്നെ നമ്മുടെ മീശവാദമിലെ അഡ്വക്കേറ്റ് മോഹനുണ്ണി തന്നെ ഒറിജിനൽ. ഒറിജിനൽ എന്ന് പറഞ്ഞ ഡയലോഗിൽ ഒരു കാര്യമുണ്ട്. മുകുന്ദനുണ്ണി എന്ന് പറയുന്നൊരു സിനിമ വിനീതിലുണ്ട്. നീ അല്ലടാ ഞാൻ ആ ഒറിജിനൽ എന്ന് അതിനകത്തുടന്ന് സ്ഥിരീകരിച്ചെന്ന് മാത്രം. അത് കഴിഞ്ഞ് ദിലീപേട്ടൻ സാധാരണക്കാരൻ എന്നൊരു ഡയലോഗ് പറയുന്നു. ഇത് ദിലീപേട്ടൻ എന്നെ ക്രേസി ഗോപാൽ എന്ന സിനിമയെ ഇൻസ്പയർ ചെയ്തായിട്ട് എടുത്ത ഡയലോഗാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് വിനീത് ഒരു ഫോഴ്സിനെ തന്നെ കൊണ്ടിരുന്നു. ദിലീപ് ചോരയെ കുളിച്ച് നിൽക്കുന്നു. കൂടെ നിന്നവരും അമ്മയെന്ന് വിചാരിക്കുന്ന സ്ത്രീയും കരയുന്നു. കയ്യിലുണ്ടായിരുന്ന ചായ എടുത്ത് പോക്കറ്റിലോട്ട് വെക്കുന്നു. അങ്ങനെ കുറച്ച് ഷോട്ടുകൾ പോകുന്നു. പിന്നെ ദിലീപേട്ടന്റെ ഈ ഒരു ലുക്കും പോലീസുകാർക്ക് നേടാൻ പറ്റത്തെ എന്തോ തനിക്ക് നേടാൻ പറ്റിയെന്നുള്ള വിനീതിന്റെ നോട്ടവും എന്തോ ഒന്ന് കണ്ടെത്തിയിട്ട് ഷോ ഇറക്കുന്ന ധ്യാനം. പിന്നെ അവസാനം ലാലേട്ടന്റെ ഇൻട്രോ. ഇത് പാസ്റ്റ് ആണാണ് ഹൈ ചാൻസ് ഉള്ളത്. കാരണം അവനും അണ്ണനും ചെയ്ത കാര്യങ്ങളെന്ന് ആരോടോ പറയുന്നുണ്ട്. നിങ്ങൾ ഈ മാല ശ്രദ്ധിച്ചോ? മാലയല്ലേ ഇന്നലെ ട്രെയിലറിന്റെ അപ്ഡേറ്റ് ചെയ്തപ്പോൾ അതിനകത്തുണ്ടായിരുന്നേ. ലാലേട്ടൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഫുള്ളും വിജയുടെ ഫ്രണ്ട്സ്. ഇതാ നിങ്ങൾ ഈ ഒരു ഷോട്ട് നോക്കിയേ. ഇത് വിജയുടെ ബിഗിൽ എന്ന സിനിമയിലെ നെഞ്ചുക്കുള്ളെ കുടിയിരിക്കുന്ന സോങ്ങിലെ വിജയുടെ ഇൻട്രോയാണ്. പിന്നെ ഈ ഒരു ഷോട്ട് ഗില്ലി സിനിമയിൽ തൃശ അടിച്ചോണ്ട് പറഞ്ഞ ഷോട്ടാണ്. ഇനി അവസാനം വണ്ടി എടുത്തുണ്ടോ മുത്തിപ്പാണ്ടി വല്ല പരിപാടി. പിന്നെ ഈ ഒരു ഷോട്ടിൽ ഇതാണ്ട് ഇവിടെ ഗില്ലി യൂണിവേഴ്സ് ഒന്നും കാണിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഷോട്ട് ഇത് വിജയ റെഫറൻസ് ഒന്നുമല്ല, വേറൊരാളുടെ റെഫറൻസാണ്. ഇത് എങ്ങനെയുണ്ട്? കൊള്ളാവോ? ഇത്ര നേരം വീഡിയോ ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഒരു കമൻറ്റ്. ട്രെയിലറിൻ്റെ അവസാനം ലാലേട്ടൻ ഇന്റെ നടാൻ പോതുമാ ഇന്റെ കൊഞ്ചം വേണമ ആ പാട്ടും പാടിയിട്ടാണ് ട്രെയിലർ തീരുന്നത്. പിന്നെ ഈ സിനിമ ഡിസംബർ 18-ന് തന്നെ വരുമെന്ന് ഒന്നുകൂടെ കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ, ഇതിനകത്ത് പല സിനിമയിലെ റെഫറൻസ് വരുന്നുണ്ട്. അത് ദിലീപേട്ടൻ്റെ ആയാലും മറ്റുള്ളവരുടെ ആയാലും അത് ഓവറായ അടപടലം എന്നാൽ അത് നല്ല രീതിക്ക് ഉണ്ടായ നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഒരു കമൻറ്റും. അപ്പോൾ നാളെ കിടയിലോട്ടൊരു വീഡിയോ ഇട്ടെത്താം. അപ്പോൾ അതുവരെ ബൈ.